ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറയുമ്പോ രാജകുമാരിയെ പോലെ കണ്ടിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ, രാജാവിന്റെ മോളാണവര്, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് മഹദി റളിയല്ലാഹു അൻഹ, തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ, ആ റൂമിൽ നിൽക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിന്റെ അവസാന യാമമൊന്ന് കാണാൻ നിൽക്കുകയാണ്. ലോകം കണ്ട പ്രഗത്ഭനായ ഫാറൂഖ് തങ്ങളുടെ പിന്മുറക്കാരൻ, ഫാറൂഖ് തങ്ങളുടെ പിൻതലമുറയിൽ വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ എന്തേ യാ സൗജി യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ എന്തു പറ്റി? ഖുർജി മിൻ ഹാദിഹിൽ ഗുർഫ, ഫാത്തിമ നിങ്ങൾ ഈ റൂമിൽ നിന്ന് പുറത്തു പോയിക്കോളൂ. എന്തിന്? فإنه يأتيني ما هم بإنس ولا جن, എന്റെ റൂമിലേക്ക് മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ചില ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. ത്വആമുഹുമുൽ ദിക്ർ, അവരുടെ ഭക്ഷണം അല്ലാഹുവിന്റെ സ്മരണയാണ്, അവർക്ക് പ്രകാശമുണ്ട്. ഇന്നി അറാ, ഞാനിവിടെ ചില ആളുകളെ കാണുന്നു. ഫാത്തിമ നീ പുറത്തു നിൽക്ക്. സ്വന്തം ഭാര്യയോട് അവസാനത്തെ അംഗമാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. മഹദിയാണ്, മഹാനായ ഒരു പുരുഷന്റെ, മഹാനായ ഒരു ഖലീഫയുടെ ഭാര്യയാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ മഹദി ജനലിലൂടെ നോക്കുകയാണ് തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയുന്ന രംഗം. ലോകത്തോട് വിട പറയാണ്, ഇങ്ങനെ നോക്കി നിൽക്കുന്നു. വിശദമായി നമ്മുടെ ഇമാമിയങ്ങൾ സീറകളിൽ വിശദീകരിച്ച സംഭവം. മഹദി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്റെ ഭർത്താവ് പറയുന്നു, മർഹബൻ മർഹബൻ ബിനബിയില്ലാഹി വശൈഖുൽ അംബിയാഇ നൂഹ്, അംബിയാഇന്റെ ശൈഖായവരെ നൂഹ് നബിയെ മർഹബ, സ്വാഗതം. മർഹബൻ ബികലീമില്ലാഹി മൂസാ, മർഹബൻ ബിഖലീലില്ലാഹി ഇബ്രാഹിം, മർഹബൻ ബിറൂഹില്ലാഹി ഈസ ഇബ്നു മറിയം. അമ്പിയാക്കന്മാർ കടന്നു വരുന്ന പോലെ അമ്പിയാക്കന്മാരെ കാണുന്നുണ്ട് ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മർഹബൻ ബിഹബീബി യാ റസൂലല്ലാഹ്, എന്റെ ഹബീബായ നബിയെ നിങ്ങൾക്ക് സ്വാഗതം. ഇതൊക്കെ റൂമിന്റെ പിറകിൽ നിന്ന് കേൾക്കുന്നു ഭാര്യ. യാ മലക്കൽ മൗത്ത്, എന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കേ, എന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കേ. റഫീഖുൻ ജാഅ അലാ ഫാഖ, കാണണമെന്നൊരുപാട് കൊതിയൂറി നടന്ന്, ഒന്ന് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ച് നടന്ന് എന്നെ കാണാൻ വന്ന മലക്കേ. റൂഹി, എന്റെ റൂഹിനെ പിടിച്ചോളൂ. ഫഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ കലിമ ചൊല്ലി പിന്നെ എന്റെ ഭർത്താവിന്റെ റൂഹ് ഉയരുകയാണ്. അങ്ങനെ മരിച്ചുപോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ അസ്ഹാബ് വന്ന് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊന്ന് വസിയത്ത് ചെയ്താൽ, നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മയ്യിത്ത് അഷ്റഫുൽ ഖൽഖിന്റെ റൗളയിൽ സിദ്ദീഖ് തങ്ങളോടൊപ്പം, നിങ്ങളുടെ വല്ലിപ്പ ഫാറൂഖ് തങ്ങളോടൊപ്പം ഹുജറയിൽ, ആയിഷ ബീവിയുടെ ഹുജറയിൽ, ആ റൂമിൽ നിങ്ങൾ അടക്കം ചെയ്യാൻ നിങ്ങൾക്കൊന്ന് വസിയത്ത് ചെയ്തുകൂടെ? നിങ്ങൾ ഖലീഫയല്ലേ, നിങ്ങൾക്കൊന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് അവിടെ ഖബറുണ്ടല്ലോ, സ്ഥലമുണ്ടല്ലോ അവിടെ, ഞങ്ങൾ നിങ്ങൾ അവിടെ മറവ് ചെയ്യാം. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹനെ തന്നെയാണ് സത്യം. മാ ഉമറു അഹ്ലൻ ലിദാലിക്, ഉമർ അത് ചിന്തിക്കാൻ അർഹനാണോ? ഉമർ അത് ചിന്തിക്കാൻ അർഹനാണോ? വലഇൻ അൽഖല്ലാഹ ബികുല്ലി ദംബിൻ ഗൈരി ശിർക്ക്, ശിർക്കല്ലാതെ മറ്റെല്ലാ പാപങ്ങളുമായി ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടലാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം. മിൻ അൻ അഹ്സിബ നഫ്സി അഹ്ലൻ ലിദാലിക്,
പരിശുദ്ധമായ റൗളയിൽ പോയി കിടക്കാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹുവിനെ എന്റെ പാപവുമായി കണ്ടുമുട്ടലാണ്. എനിക്കത് വേണ്ട. അവരാരാണ്? കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടെ കിടക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവരോട് കൂടെ കിടക്കാൻ അർഹനാണെന്ന് തോന്നാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഹിദായത്ത് കിട്ടിയിട്ട് ആ ഹിദായത്തിനായി കിട്ടിയ ഒരു മരണം. അല്ലാഹുവേ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. സ്വല്ലു അലൻ നബി മുഹമ്മദ്.